സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയരായ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും ഈ 9 വർഷം വരെ ഞങ്ങളെ ഇതിൽ നിലനിർത്തിയ ദൈവത്തിന് നന്ദിയും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുന്നു. സുവിശേഷ വേലയിൽ കഴിഞ്ഞ 49 വർഷം മുഴുവൻ സമയവും പിന്നിടുവാനും പല സഭകൾ സ്ഥാപിക്കുവാനും ദൈവം ഉപയോഗിച്ച പാസ്റ്റർ KK തങ്കച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രേസ് മിനിസ്റ്ററി ശുശ്രൂഷയാൽ 9 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്നേഹവും അഭിനന്ദനവും നേടുവാനും ദൈവം ഇടയാക്കിയ പാസ്റ്ററെ ഇനിയും ദൈവം ധാരാളമായി ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ ടീമായി ഇനിയും പ്രാർത്ഥനയിൽ പിന്നിലുണ്ടാകും എന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ഗ്രേസ് മിനിസ്ട്രീസ് ടീം. പ്രൈസ് ദി ലോർഡ്. 2026 ഒരു പുതുമയോടുകൂടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളുടെ മുമ്പിൽ വരികയാണ്. അത് പോയ വർഷത്തേക്കാളൊക്കെ കാലം മാറി വരുന്നു. ആകമാന സംഭവവികാസങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാത്തിൻ്റെയും കാര്യങ്ങളും കാരണങ്ങളും ഒന്നും ആർക്കും തന്നെ അറിയത്തില്ലല്ലോ. എങ്കിലും നിസ്സാരരായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ദൈവം ഇത് തൻ്റെ വചനത്തിൽ കൂടെ ബൈബിൾ വഴി വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി ഞങ്ങളിന്ന് സന്ധിക്കാൻ വരുമ്പോൾ ഈ അനുഗ്രഹീതമായ എപ്പിസോഡിനെ സ്പോൺസർ സഹായിച്ചതായ ഒരു ഫാമിലിയുണ്ട്. അവർക്ക് വേണ്ടി 2 വാക്ക് പ്രാർത്ഥിക്കുന്നു. അതിന് മുമ്പായി അവർക്കായി ഞാനൊരു വാക്ക് പറയുന്നു. ഇത് നിങ്ങളുടെ പേരിലാണിത് പോകുന്നത്. ഞാനിത് ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി നിൽക്കുന്നു എന്നേ ഉള്ളൂ. കാരണം നിങ്ങളുടെ പേരിലാണ് ദൈവം ഇത് കണക്കിടുക എന്നുള്ളത് ഫിലിപ്പിയർ 4-ാം അധ്യായം 17-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്പോൺസറിങ്ങിനും സഹകരണത്തിനും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ടീമിൻ്റെ സർവ്വവിധമായ മംഗളാശംസകളും നന്ദിയും അറിയിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഫാമിലി തങ്കച്ചൻ എന്ന പേരായ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഈ പ്രഭാത നേരം അങ്ങയുടെ വേലയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് വേണ്ടി ചിലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ തങ്കച്ചനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ ധന്യമായി ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി വിതയ്ക്കുന്നവർ ധാരാളമായി കൊയ്യും എന്നുള്ള ആ വാക്തത്വ സത്യം അവരുടെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ ചേർത്ത് അവരെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വിശുദ്ധജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഞാൻ പൊതുവെ പറയാറുള്ളത് പോലെയും പ്രസംഗിക്കാറുള്ളത് പോലെയുള്ള കാര്യം ഇതിൻ്റെ സൂചന പറഞ്ഞിട്ട് തുടങ്ങട്ടെ. അത് ലോകത്തിൻ്റെ മാറ്റം മറിച്ചിലുകൾക്കും ലോകത്തിൻ്റെ ഭാവിക്കും മനുഷ്യൻ്റെ ഭാവിക്കും പ്രപഞ്ചത്തിൻ്റെ ഭാവിക്കും ഉള്ള ദൈവിക മുന്നറിയിപ്പിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഞാൻ പറയാറുള്ളത്. അതെല്ലാവരും അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചതല്ല, അവിടുന്ന് തന്നെ തീരുമാനിച്ച് നേരത്തെ അങ്ങനെ അരുളി ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ തീരുമാനിച്ച് അരുളി ചെയ്ത ആ പ്രസ്താവന ബൈബിളിലുണ്ട്. അവിടേക്ക് തിരിയാതെ ഇന്നത്തെ വിഷയം പറയട്ടെ. ഇന്നത്തെ വിഷയം മഹാദൈവത്തിന് ഈ ഭൂമിയിൽ എന്തുണ്ടെന്നുള്ളത് പറയാനാകും. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെയാണ്, മനുഷ്യൻ മുഴുവൻ ദൈവത്തിൻ്റെയാണ്, ഭൂമിയുടെ സകലവും ദൈവത്തിൻ്റെയാണ്. ഇതല്ല ശരി തന്നെ. അതല്ല, ദൈവത്തിന് പ്രത്യേകമായിട്ട് എന്തുണ്ട്? സങ്കീർത്തനം 35-ാം അധ്യായത്തിൻ്റെ 135-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം കേൾക്കുക.
സങ്കീർത്തന പുസ്തകം 135 അധ്യായം 4 വാക്യം. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സമയത്തുണ്ടായി. അത് ഈ യുഗത്തിലല്ല, മുൻപുള്ള കാലത്തിലുണ്ടായതാണ്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും. അപ്പോൾ ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയുന്നത്. ഭൂമിയിൽ ദൈവത്തിന് നിക്ഷേപമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഭൂമിയിൽ പല നിക്ഷേപങ്ങളുണ്ട്. അത് ഓരോന്നായി പെറുക്കിയെടുത്ത് പറയാൻ ആവശ്യമില്ലാത്ത കാര്യമാണ്. ആ നിക്ഷേപം ദൈവത്തിൻ്റേത് ഇവിടെ ഉള്ളത് എന്താണ്, അതിന് കാവലെന്താണ്, അതിൻ്റെ സൂക്ഷിപ്പ് എന്താണ്, അതിൻ്റെ പരിപാലനം എങ്ങനെയാണ് എന്നീ കാര്യങ്ങളെ തൊട്ട് പറഞ്ഞ് ദൈവവും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന കാര്യവും കാരണവും ചൂണ്ടിക്കാണിക്കുകയാണ് എൻ്റെ ഇന്നത്തെ വിഷയം. ദൈവത്തിന് ഭൂമിയിൽ നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം എന്നത് പുറപ്പാട് പുസ്തകം 19 അധ്യായം 5 വാക്യവും പുറപ്പാട് പുസ്തകം 15 അധ്യായം 16 വാക്യവും വായിക്കുന്നത് കേൾക്കുക. പുറപ്പാട് 19:5. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ദൈവത്തിന് പ്രത്യേക സമ്പത്താണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ, ആ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ നിക്ഷേപമാണ് എന്ന് സങ്കീർത്തനക്കാരനും പുറപ്പാട് പുസ്തകം എഴുതിയ മോശയും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. 15-16 കൊണ്ട് വായിച്ചാട്ടെ പുറപ്പാട് പുസ്തകം. നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ നിന്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ സമ്പാദിച്ച ജനം കടന്നുപോയി. ദൈവത്തിന്റെ സമ്പാദ്യം, ദൈവത്തിന്റെ നിക്ഷേപം, ദൈവത്തിന്റെ സമ്പത്ത് അതൊരു സ്പെഷ്യൽ കേസാണ്, അത് സ്പെഷ്യൽ വിഷയമാണ്. അത് ദൈവം ഭൂമിയിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ എന്ന ആ വിഭാഗത്തെക്കുറിച്ച്, ജനസംഖ്യയെക്കുറിച്ച് മുമ്പേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അധികം നേരം നിൽക്കുന്നില്ല. ഈ നിക്ഷേപം ആരാണ്? ഇതത്ര ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമ്പത്ത് അഥവാ ഈ സമ്പാദ്യം, ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതിനൊരു തെരഞ്ഞെടുപ്പുണ്ടായി, ഒരു വീണ്ടെടുപ്പുണ്ടായി. ദൈവ ദിവസം എന്ന ഒരു ദിവസം അവർക്ക് വേണ്ടി വേറെ വരുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ആവർത്തന പുസ്തകം 7 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം കൊണ്ട് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 7 അധ്യായം 6 മുതൽ 8 വരെ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വജനമായി ഇരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷപ്പെട്ട ജനം. വളരെ ആദരപൂർവ്വം ഞാൻ പറയുന്നു, കാര്യകാരണ സഹിതം വള്ളി പുള്ളി തെറ്റാതെ കൃത്യമായി ദൈവത്തിൽ നിന്ന് ചോദിച്ച് പ്രാപിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചെടുത്ത് പൊതുവിൽ അറിയിക്കുന്നതിൻ്റെ കാര്യം എൻ്റെ മനസ്സിലങ്ങ് തോന്നിയെന്നല്ല. ദൈവാത്മാവ് എന്നെ അതിനുവേണ്ടി നിർബന്ധിച്ചു, ഉണർത്തി, പഠിപ്പിച്ചു, ഒരുക്കിയെടുത്തു. അതുകൊണ്ടാണ് ആ വാക്യം സ്ക്രീനിൽ നിങ്ങൾ ആദ്യം കണ്ടു കാണും. ഇനി സ്ക്രീനിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അതൊന്നുകൂടി നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഒന്നുകൂടി ആ വാക്യം സിസ്റ്റർ ഒന്ന് വായിക്കാമോ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. നമ്പർ 1, അവന്റെ നിക്ഷേപം വിശുദ്ധ ജനമാണ്. അടുത്തത്, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഭൂതലത്തിൽ സകല ജാതികളിലും വെച്ച് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു.
അപ്പോൾ തിരഞ്ഞെടുപ്പാണ് സകലത്തിനും വെച്ച് സെലക്ഷൻ ചെയ്ത, അല്ലെങ്കിൽ സകലത്തിനും വെച്ച് അതിൽ നിന്ന് മാറ്റിയെടുത്ത പ്രത്യേക ഒരു ഗ്രൂപ്പാണ്. അത് ദൈവത്തിൻ്റെ സമ്പാദ്യം നിക്ഷേപമാണ്. അങ്ങനെയുള്ള ഒരു ജനമായിരുന്നു ഇസ്രായേൽ. ആ ഇസ്രായേലിനെ അവരുടെ ജനസംഖ്യാനുപാതത്തിലോ അവരുടെ ഭൂമിയുടെ വിസ്തീർണാനുപാതത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും മറ്റ് സമാന്തരമായ കാര്യങ്ങളോട് അവരെ തരപ്പെടുത്തിയിട്ട് ഒക്കത്തില്ല. അവരുടെ ശക്തി അവരിലല്ല, അവരുടെ ധൈര്യവും കഴിവും അവരിലല്ല. ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, വിശുദ്ധജനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഇതെൻ്റെ സമ്പാദ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെൻ്റെ നിക്ഷേപമാണെന്ന് പറഞ്ഞാൽ, ഇതെൻ്റെ സമ്പത്താണെന്ന് പറഞ്ഞാൽ, അതിനെ കാവൽ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ദൈവം അതിനെ സൂക്ഷിക്കും, പരിപാലിക്കും. ഞാൻ പലപ്പോഴും എന്നെ തന്നെ പരിശോധിച്ചു, ഇത് എന്തിനാണ്, ഇത് പറയുകൊണ്ട് എന്താണ് ഗുണമെന്ന്. എൻ്റെ മനസ്സിൽ വന്ന ഓർമ്മ മാത്രം പറയാം. ഇസ്രായേലിൻ്റെ ഈ ചുരുക്കമായിരിക്കുന്ന ആൾക്കൂട്ടവും അല്പമായിരിക്കുന്ന വിസ്തീർണവും, ഭൂമി വിസ്തീർണം, ഇവിടെ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒന്നുമല്ലെന്ന്. പക്ഷേ അവരെല്ലാവരും അറിയാൻ വേണ്ടി ആയിരിക്കാം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഓക്കെ, ആകട്ടെ. അപ്പോൾ അങ്ങനെ ഈ ഇസ്രായേൽ ഇതിൻ്റെ സമ്പത്താണെങ്കിൽ മലാഖി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. മലാഖി പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൻ്റെ പേര് കർത്താവിൻ്റെ ദിവസം എന്നാ. മറ്റൊരു പേര് ഇങ്ങനെയും വായിക്കും, ദൈവ ദിവസത്തിൻ്റെ നാൾ വരുന്നു. ഇസ്രായേലിനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേൽ വഴുതിപ്പോയിട്ടുള്ള സന്ദർഭങ്ങൾ, തെന്നിപ്പോയിട്ടുള്ള സന്ദർഭങ്ങൾ, അവരെ ദൈവം ശാസിച്ച സന്ദർഭം, ശിക്ഷിച്ച സന്ദർഭം, അവരെ പ്രവാസികളായി അയച്ച സന്ദർഭം, ഇതെല്ലാം ബൈബിളിലുണ്ട്. കാരണം അവർക്ക് കൊടുത്ത പ്രമാണത്തിൽ അവർ നിലനിൽക്കാതിരുന്നപ്പോൾ അവർ ആ വിധത്തിലൊക്കെയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ ഇസ്രായേലിനെ അരിപ്പ് കൊണ്ടരിക്കുന്നത് പോലെ ലോകത്തിൻ്റെ സകല ദിക്കിൽ നിന്നും കോണുകളിൽ നിന്നും അരിച്ചെടുത്ത് അവർക്ക് എൻ്റെ ഇഷ്ട വ്യക്തിയായിരുന്ന അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കും. ദൈവത്തിന് ഭൂമിയിൽ എന്നാ ഉള്ളത്? എല്ലാം ദൈവത്തിൻ്റെയാണ്. അത് അങ്ങനെ പോരാ, സ്പെഷ്യലായിട്ട് ദൈവത്തിൻ്റെ എന്നാ ഉള്ളത്? ഇസ്രായേൽ ശിക്ഷിക്കപ്പെടുമ്പോഴും നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ സംഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണം അവരുടെ മേലുണ്ട്. എന്നിട്ട് ആ ജനത്തെക്കുറിച്ച് ദൈവം പൊതുലോകത്തോട് പറഞ്ഞ പ്രസ്താവന വായിച്ച് കേൾപ്പിക്കാം. പൊതുലോകത്തോട് 105-ാം സങ്കീർത്തനം, 105-ാം സങ്കീർത്തനത്തിൻ്റെ 14-15 വാക്യമാണ് വായിക്കുന്നത്. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം വായിച്ചിട്ട് വായിക്കാൻ പറ്റുമോ നോക്കാം. അത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്നാണ് വായിക്കേണ്ടത്. മുമ്പ് 32-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. നിന്റെ പേർ എന്ത് എന്ന് അവൻ എന്നോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ഒരു രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ് യാക്കോബ്. അബ്രഹാമിൻ്റെ 3-ാം തലമുറ. അബ്രഹാമിൻ്റെ വാഗ്ദത്ത പ്രകാരമുള്ള ആദ്യ സന്തതി ഇസഹാക്കിൻ്റെ മക്കളായിരുന്ന ഒരാളാണ് യാക്കോബ്. യാക്കോബ് ഒരു രാത്രി പ്രത്യേക ഒരു പ്രശ്നത്തിലായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
ആ പ്രാർത്ഥന പുലരോളം അങ്ങ് നീണ്ടുപോയി. യാക്കോബിനൊന്നറിയാം, അപ്പനും വല്യപ്പനും പ്രാർത്ഥിച്ച് കാര്യം നേടിയിട്ടുണ്ട്. അപ്പൻ ഇസഹാക്ക് 20 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു മകനുണ്ടായത്. അതാണ് യാക്കോബ്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അപ്പനെ കണ്ട് പഠിച്ച യാക്കോബ് പ്രാർത്ഥിക്കുകയും വാഗ്ദത്തങ്ങൾ പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള മാതൃകാപരമായി ജീവിച്ച വല്യപ്പനായ അബ്രഹാം എന്ന ദൈവമനുഷ്യൻ പ്രാർത്ഥന മനുഷ്യനായിരുന്നു, ആരാധന മനുഷ്യനായിരുന്നു, ദൈവനിയോഗപ്രകാരമുള്ള യാഗങ്ങൾ നടത്തുന്ന മനുഷ്യനായിരുന്നു. മാറി മാറി ചെല്ലുന്നിടത്തൊക്കെ യാഗങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ വല്യപ്പനായ അബ്രഹാമും അപ്പനായ ഇസ്ഹാക്കും പ്രാർത്ഥിച്ച് ജീവിച്ച് പരിചയിച്ച് പ്രശ്നസങ്കീർണമായ സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിച്ച അനുഭവം കണ്ടിട്ടുള്ള യാക്കോബ് ഒരു ദിവസം രാത്രിയും പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇത് പറയുമ്പോൾ വേറെ പലതും പറയാൻ തോന്നുന്നുണ്ടെങ്കിലും അത് എനിക്ക് വിഷയത്തിൽ ചേരുന്നില്ല എന്നതുകൊണ്ടും സമയത്തെ പരിഗണിക്കേണ്ടതുകൊണ്ടും ഞാൻ അത്രയും നിൽക്കുന്നില്ല. പ്രാർത്ഥന ഒരു മാമൂലല്ല. എഴുതി വെച്ച ഏതെങ്കിലും കാണാപ്പാടം വായിക്കുന്നതല്ല, ആരെങ്കിലും കൂടെ ഇരിക്കുന്നതല്ല പ്രാർത്ഥന. ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കാൻ പഠിക്കണം. അത് പ്രാർത്ഥന എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സംഭാഷണമാണ്. സംഭാഷണം എന്ന് പറഞ്ഞാൽ സുബോധമുള്ളവരാരും ഒറ്റയ്ക്ക് കുറേ വർത്തമാനം പറഞ്ഞ് നടക്കുകയില്ല. പാട്ടുപാടിക്കൊണ്ടൊക്കെ നടക്കുമായിരിക്കും. മറ്റൊരാളുമായിട്ടുള്ള സംഭാഷണം, ആ സംഭാഷണം ദൈവവും ഞാനുമായിട്ടുള്ള സംഭാഷണത്തിനാണ് ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്നത്. സംഭാഷണം വൺ സൈഡ് അല്ല, പറഞ്ഞാൽ എൻ്റെ ഭാഗം മാത്രമല്ല, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും വരും. അതാണ് സംഭാഷണം. ഓക്കെ, യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനം നേരം പുലരാനായപ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന യാക്കോബ് ദൈവത്തെ വിടത്തില്ലെന്ന് പറഞ്ഞു. എന്നെ കാര്യം സാധിപ്പിച്ചു തരണം. ശരി, ദൈവം അവന് പറഞ്ഞു കൊടുത്തൊരു പേരാണ്. നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു യാക്കോബ് എന്നാന്ന് പറഞ്ഞു. ഇനി മുതൽ നീ യാക്കോബല്ല, ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പേരിട്ടു ദൈവം. അങ്ങനെ ദൈവം ഇട്ടുകൊടുത്ത പേരാണ് ഇസ്രായേൽ. ദൈവം വാർത്തെടുത്ത ജനമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രഭു എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇസ്രായേലിൻ്റെ സൈഡ് അല്ല. പിന്നെ ഞാനിവിടെ പോയിട്ടില്ല, പോവുകയും വേണ്ട, ഞാൻ ആരും കണ്ടിട്ടില്ല, കാണുകയും വേണ്ട. അപ്പോൾ ഇസ്രായേൽ എൻ്റെ ഒന്നുമല്ല. ദൈവം എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ കാര്യത്തെപ്പറ്റി എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ ജനത്തെപ്പറ്റി ദൈവം എന്ത് പറയുന്നു, അതാണ് ഞാൻ പരിശോധിക്കുന്നത്. ദൈവമനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ശരിയായ കണ്ണി എന്താണ്, ഇതാണ് ഞാൻ പരിശോധിക്കുന്നത്. ശരി, അങ്ങനെ അവന് ഇസ്രായേൽ എന്ന് പേരായി. അതിനാണ് ഞാൻ ആ വാക്യം പുറകോട്ട് കൊണ്ടുപോയി വായിപ്പിച്ചത്. ഇനി അത് വായിക്കേണ്ടത് ഞാൻ പറഞ്ഞത് സങ്കീർത്തനം 105 14 15 ലോകത്തോട് ദൈവം എന്താണ് പറയുന്നത്, ഇസ്രായേലിനെ പറ്റി ദൈവം ലോകത്തോട് എന്താണ് പറയുന്നത്? 105 14 15. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. ശാസിച്ചു, തൊടരുത്, ദോഷം ചെയ്യരുത്. ആരോട് പറഞ്ഞു? ഇവരെ പീഡിപ്പിക്കാൻ അടുത്ത് വന്നവരോട് പറഞ്ഞു. സ്തോത്രം. സകലവിധ ബഹുമാനത്തോടും കൂടെ കേൾവിക്കാരായ എൻ്റെ ശ്രോതാക്കളോട് ഞാൻ 1-2 കാര്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. ദൈവത്തിൻ്റെ ജനത്തോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് മഹാദോഷം ചെയ്യും. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുതെന്നാണ് പറഞ്ഞ്. ഇക്കാലത്ത് ഞാൻ അതിൽ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ഒരു വാക്ക്, ഇസ്രായേലിനെ ദൈവം അങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, യേശുക്രിസ്തുവിൻ്റെ പുണ്യാക രക്തം അവസാനത്തുള്ളി വരെ ഊറ്റിക്കൊടുത്തുകൊണ്ട് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ച് പീഡനം സഹിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനോട് എന്തുണ്ട്? ആ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തൊടുമ്പോൾ സൂക്ഷിക്കണം. മറ്റതിനേക്കാൾ ഗൗരവം കൂടുതൽ ഇതിന്. കൃത്യം പറയുന്നു, ഗൗരവം കൂടുതല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് ഞാൻ പിന്നീട് അത് വിശദീകരിക്കാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ പറഞ്ഞത് അവരെ തുടരുത്, ഒരു ദോഷവും ചെയ്യരുത്. എൻ്റെ പ്രവാചകന്മാരും ഒക്കെ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് ദൈവം ഒരു താക്കീത് കൊടുത്തു. സ്തോത്രം. ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വസ്തുതകൾ നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ ഏത് ഭാഷക്കാരായിരിക്കുന്ന ലോകജനത്തിനും കഴിയും. ഇവർക്ക് എന്താണ് ഇത്ര പവർ കൂടുതൽ, ശക്തി കൂടുതൽ? ഇപ്പോൾ എണ്ണത്തിൽ കുറവാണ്, ഇൻകം വരുമാനത്തിൽ കുറവാണ്, അവർക്ക് ലോകപരമായിട്ട് വളരെ വിസ്തീർണം കുറഞ്ഞ ഇതാണ് അവിടെ, ലാൻഡാണ് അവർക്ക് അവിടെ ഉള്ളത്, ഭൂമി. പക്ഷേ മറ്റാർക്കും ഇല്ലാതെ അപാര കഴിവെന്താണ് അവർക്ക്? ആ രഹസ്യം എന്താണ്? അത് ലോകം അറിഞ്ഞാൽ അത് എനിക്കും വേണമെന്ന് തോന്നാൻ നല്ലൊരു ചാൻസാണത്, അല്ലെങ്കിൽ എത്തി നോക്കാൻ നല്ല ചാൻസാണ്. മറ്റൊന്ന്, അവരോട് വല്ലാതെ അടയ്ക്കാൻ നിൽക്കണ്ട. സ്വരക്ഷയ്ക്കും സ്വരാജ്യത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഇതിൽ ഒന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. ഞാൻ പുസ്തകത്തിലെ ഈ കാലഘട്ടത്തെയാണ് പറയുന്നത്, ഇസ്രായേലിൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ ചരിത്രമല്ല പറയുന്നത്. ഇസ്രായേൽ കൂടിയാണ് ആ കാര്യം വെളിപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലിന് പറഞ്ഞത്. ശരി, സംഗീതം 83:4-5 കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 83:4-5. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുറിച്ചു കളകാം. അത് ലോകത്തിലെ ജനങ്ങൾ പറയാണ്, അവരോട് വിരോധികൾ പറയാണ്, എതിരാളികൾ പറയാണ്, ശത്രുക്കൾ പറയാണ്, വരുവിൻ, ഇസ്രായേൽ ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുറിച്ചു കളകാം. അടുത്തത്, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. കണ്ടോ, ഇത് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്. കൃത്യം പറയുകയാണെങ്കിൽ 3 സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ 3000 വർഷത്തിന് പിറകിൽ പറഞ്ഞ കാര്യമാണ്. വരുവീൻ, ഇന്നേക്ക് 3000 വർഷം മുമ്പ് അവർ പറയും, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാമെന്ന് അവരെ മുടിച്ചു കളയുക. പിന്നെന്താ പറഞ്ഞ് മുടിച്ചു കളയുക? അവരുടെ പേർ ഇനി ആരും ഇസ്രായേലിന്റെ പേര് ഓർക്കരുത്. പിന്നെ അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. അവർക്ക് ഈ വിഷയത്തിൽ നല്ല ഐക്യമത്യമാണ്. സഖ്യത ചെയ്യുന്നു. പിന്നെന്താ അടുത്തത്? ഏദോമ്യരുടെയും ഇസ്മായേലരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗ്യരും കൂടെ ഗബാലും അമോനും അമാലേക്കും ഫെലിസ്ത്യദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. ഇവരോട് യോജിച്ച എത്ര അധികം ആൾക്കാരുണ്ടെന്ന് ഈ സങ്കീർത്തന പുസ്തകം 83-ാം അധ്യായം സൗകര്യം പോലെ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം. ഇവരെ ഇല്ലാതാക്കാൻ ഞാൻ നിങ്ങളോട് കുസൃതി ചോദ്യം പോലെ ചോദിക്കുന്നു, ഇസ്രായേൽ എന്നിട്ട് ഉണ്ടോ? ഇപ്പോൾ ദൈവത്തിൻ്റെ ശാസനത്തിനും ശിക്ഷണത്തിനും അവർ 70 വർഷം ലോകത്ത് പരിധി നടക്കേണ്ടി വന്നു. അവർ ചെയ്ത കുറ്റത്തിന് ദൈവം കൊടുത്ത ശാസനയാണ് അത്. എന്നിട്ട് ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടോ? വരുവി, അവരുടെ പേര് ഓർക്കാൻ ആർക്കും ഇടയാകരുത്, അവർ ഭൂമിയിൽ ആരെണ്ണം കാണരുത്. കണ്ടോ പദ്ധതി? അങ്ങനെ അവർ തീരുമാനിച്ച കാര്യം കണ്ടെത്തിയ പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരനെ കൊണ്ട് അത് എഴുതി വെപ്പിച്ചു. എന്തിനായിരിക്കും എഴുതി വെപ്പിച്ചത്? ലോകം അറിയാൻ വേണ്ടി, ഭാവി തലമുറകൾ അറിയാൻ വേണ്ടി, അതുപോലെ ഇനി വരുന്ന ദൈവവിശ്വാസികൾ അറിയാൻ വേണ്ടി എന്നല്ലാതെ വേറെ എന്ത് പേരിടണം അതിന്? ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, ഭൂമിയിൽ ദൈവത്തിന് എന്തുണ്ട്? ഭൂമിയിൽ ദൈവത്തിന് നിക്ഷേപമുണ്ട്, സമ്പാദ്യമുണ്ട്, സമ്പത്തുണ്ട്. അതിൻ്റെ പേര് വിശുദ്ധ ജനമെന്നാണ്. അത് ദൈവം തിരഞ്ഞെടുത്തതാണ്. അതിനുവേണ്ടി അവരെ ഒരുക്കിയെടുത്തിരിക്കുകയാണ്. അവരെ ഈ കുഞ്ഞു രാജ്യത്തെ, ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളായിരിക്കുന്ന, വലിയ രാജ്യങ്ങളായിരിക്കുന്ന രാജ്യക്കാർക്ക് പോലും എന്തുകൊണ്ടാണ് പേടി, ആശങ്ക, അവരോട് അടുക്കാൻ ഭയം? എന്തുകൊണ്ടാണ്?
അവരുടെ ശക്തി അവരിലല്ല. അവരുടെ കഴിവുകൾ അവരിലല്ല. അങ്ങനെ അവർക്ക് ഇന്ന് അവർ പാലിച്ചു വരുന്ന ഒരു കാര്യം അവരുടേതല്ല. അവരുടെ കണ്ടുപിടുത്തങ്ങൾ ലോകം മുഴുവൻ അംഗീകരിച്ചതല്ലേ. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ പ്രമുഖ രാജ്യങ്ങളെല്ലാം വിളിച്ച് അവരുടെ ഓഫീസുകളിൽ ജോലി ചെയ്യിപ്പിക്കുന്നില്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയാനുണ്ട്. എന്നിരുന്നെല്ലാം കൂടി പറഞ്ഞ് സമയം കളയണോ? വേണ്ടല്ലോ. ഭൂമിയിൽ ദൈവത്തിന് എന്തുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. അടുത്ത എപ്പിസോഡിൽ ഭൂമിയിൽ യേശുക്രിസ്തുവിന് എന്തുണ്ടെന്ന് പറയും. കേൾക്കാതിരിക്കരുത്, കേൾക്കണം. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാന്നേ, ആവശ്യമാണെന്നേ, പ്രയോജനമാ, അനുഗ്രഹമാ. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, യൂട്യൂബിലേക്ക് ഇടണം, ഷെയർ ചെയ്യണം. ലോകം അറിയട്ടെ, മഹാന്മാരറിയട്ടെ. ഭാഷാന്തരം പരിഭാഷപ്പെടുത്താൻ പലർക്കും കഴിയുമല്ലോ. പരിഭാഷപ്പെടുത്തിക്കോട്ടെ, ഒരു കംപ്ലൈൻറ്റും എനിക്കില്ല. കാര്യകാരണ സഹിതം അണുവിട തെറ്റാതെ കൃത്യമായി ഞാൻ പറഞ്ഞു. ഇസ്രായേൽ, അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ് എന്ന് പറയുന്ന ആ ദൈവമനുഷ്യനെ ദൈവം വിട്ടുകൊടുത്ത പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ജനം ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. തെറ്റിപ്പോയപ്പോഴൊക്കെ ശാസനം കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് നിക്ഷേപമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ കണ്ട് കേട്ട് പഠിക്കുമ്പോൾ ഞാൻ ദൈവത്തെ ഭയപ്പെടുവാൻ നിർബന്ധിക്കപ്പെടുന്നു, ദൈവത്തെ ആശ്രയിപ്പാൻ നിർബന്ധിക്കപ്പെടുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവത്തെ സ്വന്തമാക്കാനും കൊതിക്കുന്നു. അങ്ങനെ ആയിട്ടേറെ വർഷങ്ങളായി. ഇനി അത് പറഞ്ഞ് സമയമെടുക്കുന്നില്ല, ചുരുക്കുന്ന വാക്കുകൾ. കർത്താവ് ഭൂമിയിൽ മഹാദൈവത്തിന് എന്ത് നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ എന്തുണ്ടെന്ന് കേട്ടല്ലോ. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും അത് യൂട്യൂബിൽ നോക്കുകയും ചെയ്യുവാൻ ഉത്സാഹിക്കാൻ ഇടയാകട്ടെ. ഇതൊക്കെ ലോകം അറിയാൻ വേണ്ടി, മറ്റുള്ളവർ അറിയാൻ വേണ്ടി ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മനസ്സിലാക്കാൻ സംഗതിയാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ പകലിൽ മഹാദൈവത്തിന് ഈ ഭൂമിയിൽ എന്ത് നിക്ഷേപമുണ്ടെന്ന്, അതോ ഭൂമിയിൽ എന്താണ് സ്വന്തമായിട്ടുള്ളതെന്ന് പരിശോധിക്കുവാനും അത് എൻ്റെ ശ്രോതാക്കളെ കേൾപ്പിക്കുവാനും ഈ ലോകത്തിന് മുമ്പിൽ അത് വിളിച്ചു പറയാനും ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. ഇത് കേട്ടവരായ ജനം ഈ ദൈവം എന്നുവന്നേക്കും ഞങ്ങളുടെ ദൈവമാണെന്ന് പറയുവാൻ, അവൻ ജീവപര്യന്തം ഞങ്ങളെ കൈവിടയില്ലെന്ന് വിശ്വസിച്ച് അങ്ങേ പിൻപറ്റുവാൻ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. ഓരോരുത്തരെയും വ്യക്തിപരമായും കുടുംബമായും ദേശീയമായും സമാധാനത്തിലേക്ക് അവരെ നടത്തുമാറാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.